ഹായ് ഓൾ, നമ്മൾ ഇന്ന് ക്ലാസ് 8ൻ്റെ ചാപ്റ്റർ 4 ക്വാഡ്രിലാറ്ററൽസിൻ്റെ പേജ് നമ്പർ 105 ഓൺവേർഡ്സ് ആണ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പല രീതിയിലുള്ള ക്വാഡ്രിലാറ്ററൽസ് രണ്ട് ട്രയാങ്കിളും ജോയിൻ ചെയ്തത് വരച്ച് കാണിച്ചായിരുന്നു. 6 ഡിഫറെൻറ്റ് വേസിൽ നമുക്കത് കിട്ടുന്നുണ്ട്. ഇനി അതിൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ആർ യു ഏബിൾ ടു ഐഡൻറ്റിഫൈ ദ ഡിഫറെൻറ്റ് ക്വാഡ്രിലാറ്ററൽസ് ദാറ്റ് ആർ ഒബ്റ്റൈൻഡ് ബൈ ജോയിനിങ് ദ ട്രയാങ്കിൾസ്? ഇപ്പോൾ പല ട്രയാങ്കിൾസ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ ഫിഗേഴ്സ് ഏതൊക്കെ ക്വാഡ്രിലാറ്ററൽസ് ആണ് കിട്ടുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ചിലത് പാരലോഗ്രാം കിട്ടുന്നു, ചിലത് കൈറ്റ് കിട്ടുന്നു, ചിലത് ട്രപ്പീസിയം കിട്ടുന്നു. അപ്പം അത് ക്വാഡ്രിലാറ്ററൽ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് കിട്ടുന്നത് കൈറ്റ് ആയിരിക്കും. കൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ സൈഡ് 6 സെൻറ്റിമീറ്റർ, 9 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ട്രയാങ്കിൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിളിനും കൂടി കോമൺ ആയിട്ട് വരുന്ന സൈഡാണ് 12 സെൻറ്റിമീറ്റർ. നമ്മളങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ എ ബി എന്ന് പറയുന്നതും ബി സി എന്ന് പറയുന്നതും എന്തായിട്ട് വരും? ഈക്വൽ 6 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും എങ്ങനെയുള്ളവരാണ്? അഡ്ജസൻറ്റ് സൈഡ്സുകളാണ്. അതുപോലെ തന്നെ ബി ഡി എന്ന് പറയണതും സി ഡി എന്ന് പറയണതും നമുക്ക് 9 സെൻറ്റിമീറ്റർ ആണ് കിട്ടുന്നത്. ഇവരും എങ്ങനെയാണ് വരുന്നത്? അഡ്ജസൻറ്റ് സൈഡ്സ് ആണ് വരുന്നത്. അപ്പം ഇത് കൈറ്റിനെ പോലെയാണ് ഇരിക്കുന്നത്. ഈ കൈറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് സെയിം ലെങ്ത് ആയിട്ടായിരിക്കും വരുന്നത്. ഇനി എ കൈറ്റ് ഈസ് എ ക്വാഡ്രിലാറ്ററൽ ദാറ്റ് ക്യാൻ ബി ലേബിൾഡ് എ ബി സി ഡി സച്ച് ദാറ്റ് എ ബി ഈസ് ഈക്വൽ ടു ബി സി. നമ്മൾ പറഞ്ഞ ഇത് തന്നെ, ഇവിടെ ഒരു പേര് മാറ്റി കൊടുത്തു എന്നേ ഉള്ളൂ. താഴെയാണ് എ ബി കൊടുത്തേക്കുന്നത്. എ ബിയും ബി സിയും ഈക്വൽ ആണ്. അതുപോലെ തന്നെ സി ഡിയും ഡി എയും ഈക്വൽ ആണ്. ഇനി ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്. ഇത് നമുക്ക് പ്രൂവ് ചെയ്യുകയും വേണം. ഇൻ ദ കൈറ്റ് ഷോ ദാറ്റ് ഡയഗണൽ ബി ഡി, ഈ ബി ഡി എന്ന് പറയുന്ന ഈ ഡയഗണൽ ബൈസെക്ട്സ് ആംഗിൾ എ ബി സി. ഇതാണ് നമുക്കിടെ എ ബി സി എന്ന് പറയുന്ന ഈ ആംഗിൾ. ഈ ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഈക്വൽ ഹാഫായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ 30 ഡിഗ്രി ആണെങ്കിൽ ഇതും 30 ഡിഗ്രി. അതുപോലെ തന്നെ എ ഡി സി എന്ന് പറയുന്നതിനെ ഈക്വൽ ഹാഫായിട്ട് കട്ട് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇതിപ്പോൾ 60 ഡിഗ്രി ആണെങ്കിൽ ഇതും 60 ഡിഗ്രി ആണെന്ന് നമുക്ക് തെളിയിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ബൈസെക്ട്സ് ഡയഗണൽ എ സി. ഈ എ സി എന്ന് പറയുന്ന ഡയഗണലിനെ ബൈസെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കണം. എ ഒ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഒ സിയും 5 സെൻറ്റിമീറ്റർ ആണെന്ന് തെളിയിക്കണം. അതുപോലെ തന്നെ ഇത് പെർപെൻഡിക്കുലർ ആണെന്നും തെളിയിക്കണം. ഇതിലെല്ലാ ആംഗിളും 90 ഡിഗ്രി ആണെന്നും തെളിയിക്കണം. അതിൽ ഹിന്റ് കൊടുത്തിരിക്കുന്നത് ഈസ് ട്രയാങ്കിൾ എ ഒ ബി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ സി ഒ ഡി. ഈ എ ഒ ബി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും സി ഒ ഡി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണോ അല്ലയോ? കോൺഗ്രുവന്റ് ആണോ എന്നത് നമുക്ക് തെളിയിക്കാം. അപ്പം ഇതിന് നമ്മൾ ആദ്യമേ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇതിൽ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിൾ എ ബി ഡി. ഇത്രയും പോർഷൻ ഉണ്ടല്ലോ, എ ബി ഡി. ഇത് മൊത്തത്തും കൂടി വരുന്നത്. ഇത്രയും പോർഷൻ നമ്മൾ ഒരു ട്രയാങ്കിൾ ആയിട്ട് എടുക്കുക, ഇത്രയും പോർഷൻ അടുത്ത ട്രയാങ്കിൾ എടുക്കുക. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ സി ബി ഡി. ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കാൻ നേരത്തെ നമുക്ക് എങ്ങനെ എഴുതാം? എ ഡി ഈക്വൽ ടു ഡി സി ആണ്. കാരണം നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അതുപോലെ തന്നെ എ ബി ഈസ് ഈക്വൽ ടു സി ഡി ആണ്. ഇവിടെയും അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഡി ബി ഈക്വൽ ടു ഡി ബി. കാരണം എന്താ? കോമൺ സൈഡാണ്. ഈ രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ളതാണ് ബി ഡി ഈക്വൽ ടു ബി ഡി. അപ്പം ഇവിടെ നമുക്ക് നോക്കിക്കേ, 3 സൈഡ് കിട്ടിയല്ലോ. അപ്പം എസ് 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 കോൺഗ്രുവൻസ് റൂൾ 3 സൈഡ് വന്നുകൊണ്ട് എസ് 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 കോൺഗ്രുവൻസ് റൂൾ അനുസരിച്ച് നമുക്ക് പറയാം ട്രയാങ്കിൾ എ ബി ഡി എന്ന് പറയുന്നത് കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ സി ബി ഡി ആണ്. ഇത് കോൺഗ്രുവന്റ് ആണെങ്കിൽ ഇവിടെ കിടക്കുന്ന ആംഗിളും ഈ ആംഗിളും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഈക്വൽ ആയിരിക്കും ബൈ സി പി സി ടി. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ എ ബി ഡി ഈക്വൽ ടു ആംഗിൾ സി ബി ഡി. കാരണം എന്താ? സി പി സി ടി അനുസരിച്ച് കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ അനുസരിച്ച് ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ട്രയാങ്കിളിൻ്റെ അടുത്ത് കിടക്കുന്ന ആംഗിൾ അല്ലേ ഇത് 3ഉം 4ഉം എന്ന് പറയുന്നത്. ഈ ആംഗിൾ ഈക്വൽ ആയിരിക്കും. ആംഗിൾ എ ഡി ബി എന്ന് പറയണത് ഈക്വൽ ടു ആംഗിൾ സി ഡി ബി ആയിരിക്കും.
അവിടെ നമ്മൾ എന്ത് തന്നെയാണ് കൊടുക്കണത്? CP/CT കൊടുക്കണത്. 3ഉം 4ഉം പരസ്പരം ഈക്വൽ ആയിരിക്കും. കാരണം കോൺഗ്രുവന്റ് ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആവുന്നത് പോലെ തന്നെ ഇതിലെ ബാക്കി വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ എന്തെടുക്കുകയാണ്? ഈ പോർഷൻ ഇനി നമ്മൾ അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ AOB. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇതിനെ ഫസ്റ്റ് ട്രയാങ്കിൾ കൊടുക്കുന്നു, ഇതിനെ സെക്കൻഡ് ട്രയാങ്കിൾ കൊടുക്കുന്നു. അപ്പം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ട്രയാങ്കിൾ AOBയും ട്രയാങ്കിൾ COBയും ആണ്. ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, ഇത് അഡ്ജസന്റ് സൈഡ് ആയതുകൊണ്ട് ഇവർ തമ്മിൽ എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം AB എന്ന് പറയുന്ന സൈഡും CD എന്ന് പറയുന്ന സൈഡും CB എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആവും, അഡ്ജസന്റ് സൈഡ്സ്. പിന്നെ BO ഈക്വൽ ടു BO ഇതെന്ന് പറയണ എന്തായി? കോമൺ സൈഡ് ആയാലും. പിന്നെ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആലോ. ഇത് 1ഉം ഇത് ആംഗിൾ 2 ആണെങ്കിൽ ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2. ഇപ്പൊ നമുക്ക് SAS കിട്ടിയില്ലേ നോക്കിക്കേ. അപ്പൊ ആദ്യത്തെ സൈഡ് എന്ന് പറയണത് ഇത് AB ഈക്വൽ ടു CB. പിന്നെ ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 സൈഡായി, വീണ്ടും ഒരു ആംഗിളായി. പിന്നത്തെ സൈഡ് എന്ന് പറയുന്നത് OB ഈക്വൽ ടു OB, രണ്ടാമത്തെ സൈഡ്. ഇപ്പൊ SAS കോൺഗ്രുവൻസ് റൂൾ അനുസരിച്ച് നമുക്ക് എങ്ങനെ പറയാം? ഈ രണ്ട് ട്രയാങ്കിള് കോൺഗ്രുവന്റ് ആണ്. ട്രയാങ്കിൾ AOB കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ COD. ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെങ്കിൽ അതിന്റെ മൂന്നാമത്തെ സൈഡായ AOയും COയും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. AO ഈസ് ഈക്വൽ ടു CO ബൈ CP/CT. ഇത് സൈഡ്സ് മാത്രമല്ല, ഇതിലെ ആംഗിൾസും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ ഇത് നോക്കുമ്പോൾ തന്നെ CP/CT അനുസരിച്ച് നമുക്ക് പറയാം ഈ ആംഗിളും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് AO ഈക്വൽ ടു CO എന്ന് കിട്ടി. പിന്നെ നമുക്ക് കിട്ടുന്നത് ആംഗിൾ AOB ഈക്വൽ ടു ആംഗിൾ COB. കാരണം എന്താ? ഇവിടെയും CP/CT ആണ് നമ്മൾ കൊടുക്കുന്നത്. കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ വെച്ച് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി AC എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? ആംഗിൾ AOB പ്ലസ് ആംഗിൾ COB ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഈ COBക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ആംഗിൾ AOB കൊടുക്കാം. അപ്പൊ 2 ടൈംസ് ആംഗിൾ AOB ഈക്വൽ ടു 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ AOB നമുക്ക് എത്രയാന്ന് കിട്ടും? 180 ഡിവൈഡഡ് ബൈ 2. 180 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയണേ 90 ഡിഗ്രി. അപ്പൊ ഇവിടുത്തെ ആംഗിൾ AOB 90 ഡിഗ്രി ആണ്, COBയും 90 ഡിഗ്രി ആണ്. അപ്പൊ ഇതും എത്ര തന്നെയാന്ന് കിട്ടും? 90 ഡിഗ്രി ആന്ന് കിട്ടും. ഇതും എത്രയാന്ന് കിട്ടും? 90 ഡിഗ്രി ആന്ന് കിട്ടും. അപ്പൊ ഇത് പെർപെൻഡിക്കുലർ ആന്ന് കിട്ടിയല്ലോ. അപ്പൊ ഇവിടുത്തെ എല്ലാ കണ്ടീഷനും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, പ്രോപ്പർട്ടി 1 പറയുന്നത് ഒരു കൈറ്റിന്റെ അകത്ത് ദ ഡയഗണൽ BD എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്ട്സ് ആംഗിൾസ്. ഏതൊക്കെ ആംഗിളാണ്? ആംഗിൾ ABCനെയും ആംഗിൾ ADCനെയും. അതുപോലെ തന്നെ ഇത് എന്തിനേയും ബൈസെക്ട് ചെയ്യുന്നുണ്ട്? അതർ ഡയഗണലായ ACനെയും ബൈസെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ്? ഡയഗണൽസ് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും. ഇനി അടുത്തത് നമ്മുടെ ട്രപ്പീസിയം. പാരലോഗ്രംസ് ആർ ക്വാഡ്രിലാറ്ററൽസ് ദാറ്റ് ഹാവ് പാരലൽ ഓപ്പോസിറ്റ് സൈഡ്സ്. പാരലോഗ്രമത്തിന്റെ പ്രത്യേകത അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. ഇനി നമ്മൾ കണ്ടീഷൻ ഒന്ന് റിലാക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കണ്ടീഷൻ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ട്രപ്പീസിയം കിട്ടും. ഈ ട്രപ്പീസിയം ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. എ ട്രപ്പീസിയം ഈസ് എ ക്വാഡ്രിലാറ്ററൽ വിത്ത് അറ്റ്ലീസ്റ്റ് 1 പെയർ ഓഫ് പാരലൽ ഓപ്പോസിറ്റ് സൈഡ്സ്. ഒരു പെയർ പാരലൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഉണ്ടായിരിക്കും. അതിനെയാണ് ട്രപ്പീസിയം എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, SR എന്ന് പറയുന്ന ലൈനും PQ എന്ന് പറയുന്ന ലൈനും എങ്ങനെയാണ് വരുന്നത്? പാരലൽ ആയിട്ടാണ് വരുന്നത്. ഒരു ട്രപ്പീസിയം കൺസ്ട്രക്ട് ചെയ്യുക, മെഷർ ദ ബേസ് ആംഗിൾ, എന്നിട്ട് അതിന്റെ ആംഗിൾ എത്രയാണെന്ന് മെഷർ ചെയ്യുക. ഇത് ഞാൻ ടെസ്റ്റിൽ മെഷർ ചെയ്യുമ്പോൾ എനിക്ക് ആംഗിൾ S കിട്ടിയത്, നിങ്ങൾ ടെസ്റ്റിൽ മെഷർ ചെയ്ത് നോക്കുക, 75 ഡിഗ്രിയും ആംഗിൾ R കിട്ടിയത് 55 ഡിഗ്രിയാണ്. ആംഗിൾ P ഇവിടെ കിട്ടിയത് 105 ഡിഗ്രിയും ആംഗിൾ Q ഇവിടെ കിട്ടിയത് 125 ഡിഗ്രിയാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കും, രണ്ട് പാരലൽ സൈഡ്സ് വരുവാണെങ്കിൽ അതിൻ്റെ അഡ്ജസന്റ് ആംഗിൾ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. 75ഉം 105ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക്
180 കിട്ടും. പക്ഷെ എസും ആറും നോക്കരുത്, പാരലൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് വേണം നോക്കാനായിട്ട്. അതുപോലെ തന്നെ ക്യൂവും ആറും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഇവിടെ നമുക്ക് അടുത്ത് ട്രപ്പീസിയം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ട്രപ്പീസിയം വരച്ച് നോക്കാം. അതെങ്ങനെ വരയ്ക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എ ബി എന്ന് പറയുന്ന ഒരു ട്രപ്പീസിയം 5 സെന്റിമീറ്ററിന്റെ എടുക്കുക. ഇനി നമ്മള് ഈ 5 സെന്റിമീറ്ററിന്റെ ഇവിടെ സെറ്റ് സ്ക്വയർ പൊക്കി ഇവിടം വരെ കൊണ്ടുവന്നിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അല്ലെങ്കിൽ ഒരു പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് ഇതിനെ പാരലലായിട്ട് വരയ്ക്കുക. ഇപ്പൊ സി ഡി എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ മെഷർ ചെയ്യുക. ഇനി ഈ ലെങ്ത് നമ്മൾ എന്ത് എടുക്കുക? കോമ്പസിൽ അളന്നെടുക്കുക. കോമ്പസിൽ അളന്നിട്ട് ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കുക. അതുപോലെ തന്നെ ബി ഡിയുടെ ലെങ്ത് സെയിം തന്നെയായിരിക്കും, ഒരാർക്ക് വരയ്ക്കുക. ഇനി നമ്മൾ വേണമെങ്കിൽ എന്ത് ചെയ്യുക? ഇതും കൂടി ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇതിപ്പോൾ നമുക്ക് ബി സി കുറച്ചിങ്ങനെ എ ബി എന്ന് പറയുന്നത് കുറച്ച് നീളത്തിലാണ് വരുന്നതെങ്കിൽ, ഇവിടെയാണ് ബി വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സിയും ഡിയും കൂടി ജോയിൻ ചെയ്യാം, അല്ല ബിയും ഡിയും കൂടി ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ട്രപ്പീസിയം ആയിരിക്കും കിട്ടുന്നത്. ഈ ട്രപ്പീസിയത്തിൻ്റെ ഒരു സൈഡാണ് പാരലലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്ക് എ സി കിട്ടി, എ ബി എന്ന് പറയുന്നത് 5 സെന്റിമീറ്ററും കിട്ടി. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമ്മളിത് മെഷർ ചെയ്ത് നോക്കുക. മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ള മെഷർമെൻറ്റിലുള്ള ആംഗിളായിരിക്കും വരുന്നത്. ക്യാൻ യു ഫൈൻഡ് ദ റിമൈനിങ് ആംഗിൾസ് വിത്തൗട്ട് മെഷറിംഗ് ദം? ഇത് മെഷർ ചെയ്യാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സിൻസ് പി ക്യു ഈസ് പാരലൽ ടു എസ് ആർ. പി ക്യു പാരലൽ ടു എസ് ആർ ആയതുകൊണ്ട് ഇത് മെഷർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, 2 പാരലൽ ലൈൻസ് വരയ്ക്കുവാണ്, അതിനെ കട്ട് ചെയ്തുകൊണ്ട് ഒരു ട്രാൻസ്വേഴ്സൽ പോവുകയാണെങ്കിൽ ഇന്റീരിയർ ആംഗിൾ സം എപ്പോഴും എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇത് 75 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാതെ തന്നെ പറയാം ഇത് എത്രയായിരിക്കും? 105 ആയിരിക്കും. അതുപോലെ തന്നെ ഇതിനെ കട്ട് ചെയ്തുകൊണ്ട് വേറെ ട്രാൻസ്വേഴ്സൽ പോവുകയാണെങ്കിൽ ഇതിപ്പോൾ 55 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ മുകളിലത്തെ ആംഗിൾ എത്ര തന്നെയായിരിക്കും? 125 ഡിഗ്രി വരുള്ളൂ. കാരണം 2 ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അപ്പൊ ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് പറയുന്നത്, ആംഗിൾ എസും ആംഗിൾ പിയും ആഡ് ചെയ്യുമ്പോൾ, ഈ 2 ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. അടുത്ത പ്രോപ്പർട്ടിയാണ് ആറും ക്യൂവും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. യൂസിങ് ദീസ് ഫാക്ട്സ് ദ റിമൈനിങ് ആംഗിൾസ് ക്യാൻ ബി ഈസിലി ഫൗണ്ട്. നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇനി അടുത്ത ഒരു ട്രപ്പീസിയത്തിന്റെ പേരാണ് ഐസോസ്ലസ് ട്രപ്പീസിയം. ഐസോസ്ലസ് ട്രപ്പീസിയം, ഐസോസ്ലസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ 2 സൈഡ് ഈക്വൽ ആയിരിക്കും. When the non-parallel sides of a trapezium have equal അല്ലെങ്കിൽ same length, the trapezium is called isosceles trapezium. നോൺ പാരലൽ സൈഡ് എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്ന 2 സൈഡാണ്. ഈ 2 സൈഡുകളുടെ ലെങ്ത് സെയിം ആണെങ്കിൽ, ഇപ്പോൾ ഇത് 3 സെന്റിമീറ്റർ ആണ്, ഇത് 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോസ്ലസ് ട്രപ്പീസിയം. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് വെച്ചാൽ മതി. ഇങ്ങനെ കിട്ടുന്നതാണ് ഐസോസ്ലസ് ട്രപ്പീസിയം. ഹൗ ഡു വി കൺസ്ട്രക്ട് ആൻ ഐസോസ്ലസ് ട്രപ്പീസിയം? എങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോണതെന്ന് നോക്കാം. അപ്പോൾ യു വി ഡബ്ല്യു എച്ച് എന്ന് പറയുന്ന ഒരു ഐസോസ്ലസ് ട്രപ്പീസിയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ യു വി എന്ന് പറയുന്നത് നമ്മളൊരു 5 സെന്റിമീറ്റർ അളന്നെടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് എക്സ് ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് യുവിൽ കോമ്പസ് വെച്ചിട്ട് ഒരാർക്ക് വരയ്ക്കുക, വിയിൽ കോമ്പസ് വെച്ചിട്ട് ഒരാർക്ക് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ യു എക്സും അതുപോലെ തന്നെ ഡബ്ല്യു വിയും കൂടി ജോയിൻ ചെയ്യുക. ഉറപ്പായിട്ടും ഈ ആംഗിൾ എത്ര, ഈ 2 സൈഡ്സ് എങ്ങനെയായിരിക്കും നമുക്ക് വരുന്നത്? ഈക്വൽ ആയിട്ടേ കിട്ടുള്ളൂ. ക്യാൻ യു ഫൈൻഡ് ദ റിമൈനിങ് ആംഗിൾസ് വിത്തൗട്ട് മെഷറിംഗ് ദം? ഇത് മെഷർ ചെയ്യാതെ ബാക്കിയത്തെ ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇവിടുത്തെ ആംഗിൾസിന്റെ ഒരു പ്രത്യേകതയാണ് ആംഗിൾ യുവും ആംഗിൾ ബിയും ഈക്വൽ ആയിരിക്കും ഐസോസ്ലസ് ട്രപ്പീസിയത്തിന്. ഡസ് ഇറ്റ് അപ്പിയർ ദാറ്റ് ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്? ഈക്വൽ സൈഡ്സിന്റെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ യു എക്സ് എന്ന് പറയുന്നതും വി ഡബ്ല്യു എന്ന് പറയുന്നതുമാണ് ഓപ്പോസിറ്റ് സൈഡ്സ്. ഈ ആംഗിൾ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് ആയ ആംഗിൾ യുവും ആംഗിൾ ബിയും ഈക്വൽ ആവുമോ? ഈക്വൽ ആണ്. അതുപോലെ തന്നെ ആംഗിൾ എക്സും ആംഗിൾ ഡബ്ല്യു എങ്ങനെ തന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കും.
ക്യാൻ വി ഫൈൻഡ് കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് ഹിയർ? ഇവിടെ നമുക്ക് കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി കൺസിഡർ ദ ലൈൻ സെഗ്മെന്റ് XY. ഇവിടെ നമ്മൾ ഒരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കുകയാണ് XY. അതുപോലെ തന്നെ WZ പെർപെൻഡിക്കുലർ ടു UV. ഇവിടെ നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? UVക്ക് പെർപെൻഡിക്കുലർ ആണ്. ഇതാണ് നമ്മുടെ UV എന്ന് പറയുന്ന ലൈൻ. ഈ ലൈൻ എങ്ങനെയായിട്ടാണ് വരുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. XY എന്ന് പറയുന്നത് ഇവിടെ 90 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ WZ എന്ന് പറയുന്നതും 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ A എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. കാരണം എന്താ? ഇത് കോഇൻറ്റീരിയർ ആംഗിൾ ആണ് വരുന്നത്. ഒരു രണ്ട് പാരലൽ ലൈനെ കട്ട് ചെയ്തുകൊണ്ട് ഒരു ട്രാൻസ്വേഴ്സൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്റീരിയർ ആംഗിൾസും 180 ഡിഗ്രി ആയിരിക്കും. അപ്പം ഇത് ഓൾറെഡി 90 ഡിഗ്രി ആണ് നമുക്കിടെ കൺസ്ട്രക്ഷൻ അനുസരിച്ച്. ആംഗിൾ എയിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ എ എന്ന് പറയുന്നത് ടോട്ടൽ ഡിഗ്രി ആയ 180യിൽ നിന്ന് ആംഗിൾ XYZ സബ്ട്രാക്ട് ചെയ്യുന്നതല്ലേ? എ എന്ന് പറയുന്ന ഈ ആംഗിള് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടണമെന്നറിയാം. അതിൽ നിന്ന് നമ്മൾ XYZ സബ്ട്രാക്ട് ചെയ്യും. XYZ നമുക്ക് എത്രയാന്ന് കിട്ടിയിട്ടുണ്ട്? 90 ഡിഗ്രിയാന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 180 മൈനസ് 90 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് നമുക്ക് എത്രയാന്ന് കിട്ടി? 90 ഡിഗ്രിയാന്ന് കിട്ടി. ഇതേ സെയിം കണ്ടീഷൻ തന്നെ നമ്മൾ എവിടെയും കൊടുക്കാം, ആംഗിൾ ബിയിലും കൊടുക്കാം. ഇവിടുത്തെ ആംഗിൾ നമുക്ക് എത്ര തന്നെയായിരിക്കും കിട്ടുന്നത്? 90 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. കാരണം ഇന്റേണൽ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ ആഡ് അപ് ടു 180 ഡിഗ്രി. അപ്പം ഇതും 90 ഡിഗ്രി കിട്ടി, ഇതും 90 ഡിഗ്രി കിട്ടി. വെറ്റ്സും വൈയും ഇസഡും ഒക്കെ 90 ഡിഗ്രി കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തായി? നമുക്കിടെ XYZW എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടി? ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് കിട്ടി. റെക്റ്റാങ്കിളിന്റെ പ്രത്യേകത എന്താ? അതിന്റെ എല്ലാ ആംഗിളും ആഡ് ചെയ്യുമ്പോൾ 360 ഡിഗ്രി കിട്ടും. അല്ലെങ്കിൽ എല്ലാ ആംഗിളിന്റെയും മെഷർ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഒരു ക്വാഡ്രിലാറ്ററൽ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും 360 ഡിഗ്രി തന്നെയാണ് കിട്ടുള്ളൂ. ഇതിലെ ആംഗിൾസ് എല്ലാം 90 ഡിഗ്രി ആണെങ്കിൽ ഇതൊരു റെക്റ്റാങ്കിൾ ആയിരിക്കും. അപ്പം നമുക്ക് ഇതേത് ഫിഗർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അത് റെക്റ്റാങ്കിൾ ആണ്. ഇനി it can be shown that triangle UXY congruent to triangle BWX. ഇനി നമുക്കിടെ അടുത്ത് ചോദിച്ചിരിക്കുകയാണ് UXY എന്ന് പറയുന്നത് congruent to BWZ. ഇത് നമുക്ക് പ്രൂവ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് പ്രൂവ് ചെയ്യണേ? ഇത് രണ്ട് സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുക. രണ്ട് ട്രയാങ്കിൾ അല്ലേ? ഈ രണ്ട് ട്രയാങ്കിളിന്റെ സൈഡ് നോക്കാൻ നേരത്തെ ഓൾറെഡി ഇത് ഐസോസ്ലസ് ട്രപ്പീസി ആയതുകൊണ്ട് UXും VW എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം നമുക്ക് എഴുതാം HU is equal to WV. ഇനി ഇത് 90 ഡിഗ്രി ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഇവിടെ നമുക്ക് എഴുതാം ആംഗിൾ XYU എന്ന് പറയുന്നതും ആംഗിൾ WZB എന്ന് പറയുന്നതും ഈക്വൽ ആണ്. രണ്ടുപേരും 90 ഡിഗ്രി ആണ്. പിന്നെ റെക്റ്റാങ്കിൾ ആണിത് നമുക്ക് കിട്ടിയല്ലോ. റെക്റ്റാങ്കിളിന്റെ പ്രത്യേകത അനുസരിച്ച് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എങ്ങനെയായിരിക്കും വരുന്നത്? ഈക്വൽ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ XY എന്ന് പറയുന്നത് ഈക്വൽ ടു WZ ആണ്. കാരണം XWവും Z അല്ലെങ്കിൽ UV എന്ന് പറയുന്ന പാരലൽ ആണ് പറഞ്ഞിട്ടുണ്ട്. ഈ പാരലൽ ലൈൻസിന്റെ ലെങ്ത്തുകൾ എപ്പോഴും സെയിം ആയിരിക്കും. XY ഈക്വൽ ടു WZ ആയിരിക്കും. കണ്ടോ? ഇതും ഈക്വൽ ആണ് കിട്ടും. അപ്പൊ നമുക്ക് രണ്ട് സൈഡും ഓരോ ആംഗിളും ആണ് വരുന്നത്. രണ്ട് സൈഡും ആംഗിളും വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇത് കോൺഗ്രുവന്റ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുന്നത് പിന്നെ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് RHS കോൺഗ്രുവൻസ് റൂൾ ആണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. 90 ഡിഗ്രി ഒരു ആംഗിള് 90 ഡിഗ്രി കിട്ടി. ഹൈപ്പോട്ടന്യൂസ് ആയ HU എന്ന് പറയുന്നതും WV എന്ന് പറയുന്നതും ഈക്വൽ ആണെന്ന് കിട്ടി. പിന്നെ ഒരു സൈഡായ XYയും YZും ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പം RHS കോൺഗ്രുവൻസ് റൂൾ അനുസരിച്ച് നമുക്ക് ഈ രണ്ട് ട്രയാങ്കിള് കോൺഗ്രുവന്റ് ആണെന്ന് തെളിയിക്കാൻ പറ്റും. കോൺഗ്രുവന്റ് ആണെങ്കിൽ ഈ ആംഗിളും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി.
ഇതിപ്പം ഏതാണോ വരുന്നത് അത് തന്നെയായിരിക്കും ഇപ്പുറത്തെ സൈഡിലും വരുന്നത്. കാരണം ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആയതുകൊണ്ട്. RHS കോൺഗ്രുവൻസ് റൂൾ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് നമ്മക്കടെ ഹൈപ്പോട്ടന്യൂസ്. ഇതാണ് നമ്മക്കടെ 90 ഡിഗ്രി, ഇത് നമ്മക്കടെ ഹൈപ്പോട്ടന്യൂസ്, ഇത് നമ്മക്കടെ ഏതെങ്കിലും ഒരു സൈഡ്. RHSന് അത് മതി. അപ്പോൾ അത് കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിച്ചു. അത് രണ്ടും കോൺഗ്രുവൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആംഗിൾ യുവും ആംഗിൾ വിയും CP/CT അനുസരിച്ച് അത് ഈക്വൽ ആയിരിക്കും. Using this fact, the remaining angles of the isosceles trapezium can be determined. Verify the angles by measurement. ഇനി ഞാനിത് ടെസ്റ്റിൽ മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ യു എന്ന് പറയുന്നത്, ഈ ആംഗിൾ മെഷർ ചെയ്തപ്പോൾ ഇത് എനിക്ക് 75 ഡിഗ്രിയാണ് കിട്ടിയത്. അപ്പോൾ യുവും വിയും ഈക്വൽ ആയതുകൊണ്ട് ഇതും 75 ഡിഗ്രി ആയിരിക്കും വരുന്നത്. പിന്നെ UV എന്ന് പറയുന്നതും HW എന്ന് പറയുന്നതും പാരലൽ ആയതുകൊണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി പറയാം ഇത് 105 ആയിരിക്കും. Hഉം Wയും ഈക്വൽ ആയതുകൊണ്ട് ഇതും 105 ആയിരിക്കും. ടോട്ടൽ ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 360 ഡിഗ്രിയും കിട്ടും. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഐസോസെലസ് ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അതാണ് നമുക്കറിയ പ്രോപ്പർട്ടി 2 പറയുന്നത്. പ്രോപ്പർട്ടി 1 പറയുന്നത് പിന്നെ ട്രപ്പീസിയം, നമ്മളിപ്പോൾ സാധാ ഏത് ട്രപ്പീസിയം എടുത്താലും, ഇപ്പോൾ ഈ ട്രപ്പീസിയം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ സം ഓഫ് ദ ആംഗിൾസ് ഓൺ നോൺ പാരലൽ സൈഡ്സിൽ കിടക്കുന്ന ആംഗിൾ എസും ആംഗിൾ പിയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. അതുപോലെ തന്നെ ആംഗിൾ ക്യൂവും ആംഗിൾ ആറും ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടും. ഇതാണ് പ്രോപ്പർട്ടി 1. ഇൻ എ ട്രപ്പീസിയം സം ഓഫ് ദ ആംഗിൾസ് ഓൺ ദ നോൺ പാരലൽ സൈഡിൽ കിടക്കുന്ന ആംഗിൾസിന്റെ സമ്മാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഈ പ്രോപ്പർട്ടി 2ന്റെ കേസിൽ നമ്മളിത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് നമുക്ക് കിട്ടി. അത് കാരണം നമുക്ക് പറയാം ആംഗിൾ കോൺഗ്രുവൻ്റ് ആയതുകൊണ്ടാണ് ആംഗിൾ യുവും ആംഗിൾ വിയും ഈക്വൽ ആയിട്ട് കിടക്കുന്നത്. ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഇത് ട്രപ്പീസിയത്തിൻ്റെ കേസും ട്രയാങ്കിളിൻ്റെ കേസിലും, ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഐസോസെലസ് ട്രപ്പീസിയം ആണെങ്കിലും ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സിൻ്റെ ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇനി നെക്സ്റ്റ് തന്നെ ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. താങ്ക് യു.